പണ്ട് മംഗോളിയയിൽ അതിബുദ്ധിമാനായ ഒരു വൈദ്യൻ ജീവിച്ചിരുന്നു. എല്ലാ രോഗങ്ങൾക്കും മരുന്ന് കണ്ടെത്താനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വൈദ്യന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. അവരെ അദ്ദേഹത്തിന് ജീവനായിരുന്നു. ഓരോ കുട്ടിയും വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു. ചിലർ സാഹസികർ, മറ്റു ചിലർ ശാന്തർ, വേറെ ചിലർ കളിച്ചും ചിരിച്ചും നടക്കുന്നവർ. അവരെല്ലാം ചേർന്ന് ആ വീടിന് സന്തോഷവും ഊർജ്ജസ്വലതയും നൽകി. ഒരു നാൾ വൈദ്യൻ ദൂരേക്ക് യാത്രയ്ക്ക് പോയി. പോകും മുമ്പ് തന്റെ മക്കളോട് വളരെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും കഴിയണമെന്ന് ഉപദേശിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. വൈദ്യൻ ഇല്ലാത്ത സമയത്ത് കുട്ടികൾ അറിയാതെ മാരക വിഷമുള്ള ഒരു ദ്രാവകം കുടിച്ചുപോയി. നിമിഷങ്ങൾക്കകം എല്ലാവരും രോഗികളായി. ചിലർക്ക് അസഹനീയമായ വേദന അനുഭവപ്പെട്ടു. ചിലർക്ക് ഓർമ്മ നശിച്ച് ഭ്രാന്തമായ അവസ്ഥയിലായി. എന്നാൽ മറ്റു ചിലർക്ക് താരതമ്യേന ചെറിയ അസുഖങ്ങൾ മാത്രമാണ് ഉണ്ടായത്. വീട് മുഴുവൻ നിലവിളികളും വേദനകളും നിറഞ്ഞു. ദൂരയാത്ര കഴിഞ്ഞ് വൈദ്യൻ തിരിച്ചെത്തിയപ്പോൾ തന്റെ മക്കൾ രോഗശയ്യയിൽ കിടക്കുന്ന കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം തകർത്തു. രോഗബാധിതരായിരുന്നിട്ടും അച്ഛനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് പ്രതീക്ഷയുടെ തിളക്കം കണ്ടു. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, "അച്ഛാ, ഞങ്ങളെ രക്ഷിക്കണേ, ഈ വേദനയിൽ നിന്ന് മോചിപ്പിക്കണേ." മക്കളുടെ വേദന കണ്ടപ്പോൾ വൈദ്യൻ സമയം പാഴാക്കിയില്ല. തന്റെ എല്ലാ അറിവും കഴിവും ഉപയോഗിച്ച് അദ്ദേഹം ഒരു ദിവ്യൌഷധം ഉണ്ടാക്കി. അതിന് മനോഹരമായ നിറവും ലഹരി പിടിപ്പിക്കുന്ന സുഗന്ധവും അമൃതിന് സമാനമായ സ്വാദും ഉണ്ടായിരുന്നു. ചെറിയ രോഗങ്ങളുണ്ടായിരുന്ന കുട്ടികൾ യാതൊരു മടിയും കൂടാതെ ആ ദിവ്യ ഔഷധം കഴിച്ചു. നിമിഷങ്ങൾക്കകം അവർ സുഖം പ്രാപിച്ചു. അവരുടെ കണ്ണുകളിൽ വീണ്ടും പ്രസരിപ്പ് കണ്ടു. എന്നാൽ വിഷം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തമായ അവസ്ഥയിലായിരുന്ന കുട്ടികൾ മരുന്ന് നിരസിച്ചു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. "ഇതൊരു മരുന്നല്ല, ഇത് ഞങ്ങൾക്ക് ദോഷകരമാകും," അവർ ഉറക്കെ പറഞ്ഞു. വൈദ്യൻ എത്ര പറഞ്ഞിട്ടും അവർ കേട്ടില്ല. അവരുടെ മനസ്സ് രോഗത്താൽ മരവിച്ചിരുന്നു. മക്കളെ സ്നേഹിച്ചിരുന്ന ആ പിതാവിന് അവരെ ആ അവസ്ഥയിൽ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. തന്റെ മക്കളെ അടുത്തു വിളിച്ച് കണ്ണുകൾ നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, "മക്കളെ, എനിക്ക് വയസ്സായി. ഒരു പക്ഷേ ഞാൻ അധിക നാൾ ജീവിച്ചിരിക്കില്ല. ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായി ഈ ദിവ്യൌഷധം ഇവിടെ വെച്ചിരിക്കും. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് സുഖം പ്രാപിക്കും. ഓർക്കുക, ഇത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗമാണ്." ഇത്രയും പറഞ്ഞ് അദ്ദേഹം മറ്റൊരു ദൂരദേശത്തേക്ക് യാത്ര തിരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വൈദ്യൻ മരിച്ചുവെന്ന് ഒരു ദൂതൻ വഴി അദ്ദേഹം മക്കളെ അറിയിച്ചു. "നിങ്ങളുടെ പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു," ദൂതൻ പറഞ്ഞു. പിതാവിന്റെ മരണവാർത്ത കേട്ടപ്പോൾ കുട്ടികൾക്ക് വല്ലാത്തൊരു ശൂന്യതയും ഒറ്റപ്പെടലും തോന്നി. തങ്ങളുടെ ജീവിതം തന്നെ അവസാനിച്ചെന്ന് അവർക്ക് തോന്നി. ലോകത്ത് തങ്ങൾക്ക് ആശ്രയിക്കാൻ ആരുമില്ലാത്തതായി. അഗാധമായ ദുഃഖത്തിൽ അവർ പിതാവിന്റെ അവസാന വാക്കുകൾ ഓർത്തു. അദ്ദേഹം ഉപേക്ഷിച്ച മരുന്നിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർക്ക് ബോധ്യമായി. ആ ദുഃഖത്തിലും നിരാശയിലും അവർ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. യാതൊരു സംശയവും കൂടാതെ അവരെല്ലാവരും ആ ദിവ്യൌഷധം കഴിച്ചു. അത്ഭുതം! മരുന്ന് കഴിച്ച നിമിഷം അവർക്ക് പൂർണ്ണമായി സുഖം പ്രാപിച്ചു. ശരീരത്തിലെ വിഷം പൂർണ്ണമായും നീങ്ങി. മനസ്സിന് തെളിച്ചം വന്നു. ഓർമ്മകൾ തിരിച്ചെത്തി. അവർ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും തിരിച്ചു വന്നു. അവർക്ക് പൂർണ്ണമായി സുഖം പ്രാപിച്ചപ്പോൾ വൈദ്യൻ തിരിച്ചെത്തി. പിതാവിനെ കണ്ടപ്പോൾ അവർ അമ്പരന്നു. അപ്പോൾ മാത്രമാണ് തങ്ങളുടെ പിതാവിന്റെ സ്നേഹത്തിന്റെയും ദയയുടെയും ആഴം അവർക്ക് മനസ്സിലായത്. മക്കൾക്ക് വേണ്ടി പിതാവ് ചെയ്ത ത്യാഗവും അതിലെ ജ്ഞാനവും അവർക്ക് ബോധ്യമായി.